ജോണി വാക്കർ എന്ന മമ്മൂട്ടി ചിത്രം റിലീസാകുന്നത് 1992 ആ സിനിമയിലെ 5 ഗാനങ്ങളിൽ ഒന്ന് ഇതാ 32 വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷക മനസ്സുകളിൽ താളം പിടിക്കുന്നു. ശാന്തമീ രാത്രിയിൽ. ഒപ്പം ലാലേട്ടന്റെ ചുവടുവയ്പ്പുകൾ കൂടിയാകുമ്പോഴോ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം. കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പ്രഭുദേവ. ആ പാട്ടും മമ്മൂട്ടിയുടെ നൃത്ത ചുവടുകളും അന്ന് തന്നെ പ്രേക്ഷകരെ ആകർഷിച്ചിരുന്നു. ആ സിനിമയിലെ എല്ലാ പാട്ടുകളും വൻ ഹിറ്റായിരുന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ എന്നല്ല, ദൂരദർശൻ അല്ലാതെ മറ്റൊരു ചാനൽ പോലും ഇല്ലാത്ത കാലം. മമ്മൂട്ടിയുടെ അനുജനായി അഭിനയിച്ച ജീത് ഉപേന്ദ്ര സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലിരിക്കുന്നതായി അന്നത്തെ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു. സിനിമ കണ്ടവർ കുട്ടപ്പായിയെയും മറക്കാനിടയില്ല. സത്യത്തിൽ കുട്ടപ്പായി ജോണി വർഗീസിന്റെ ജോലിക്കാരനാണോ ബന്ധുവാണോ എന്നൊന്നും അറിയാൻ കഴിയില്ല. ചിലർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആത്മബന്ധമുണ്ടെന്ന് സിനിമ കാണിച്ചു തരുന്നുണ്ട്. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലാണ് എന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി പറയും പോലെ ഈ സിനിമയിൽ ചെറിയ ലഹരിയും വലിയ ലഹരിയും തമ്മിലാണ് യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ജോണി വർഗീസിന് ജോണി വാക്കർ എന്ന സ്കോച്ച് വിസ്കിയുടെ പേര് വരാൻ കാരണം സിനിമ കാണുന്നവർക്കെല്ലാം അറിയാം. അയാൾ നല്ലൊരു മദ്യപാനിയാണ്. കോളേജ് ക്യാമ്പസിലെ വലിയ ലഹരിയായ മയക്കുമരുന്ന് ഗ്യാങ്ങിനെതിരായ അയാളുടെ പോരാട്ടമാണ് സിനിമയുടെ കാതൽ. നൂറ് ശതമാനം എന്റർടൈനറാണ് ജോണി വാക്കർ. പാട്ടുകളും അതിലെ രംഗങ്ങളും മമ്മൂട്ടിയുടെ ഭാവപ്രകടനങ്ങളും കോളേജ് ക്യാമ്പസും ക്ലൈമാക്സും എല്ലാം ഈ സിനിമ വൻ ഹിറ്റാകുന്നതിന് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് ജോണി വാക്കർ.